നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. ചൊവ്വാഴ്ച സൗദിയിൽ കൂടിക്കാഴ്ച നടക്കും. ഹജ്ജ് ക്വാട്ട കുറച്ച വിഷയമടക്കമാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന വിഷയമെന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനത്തിനിടെ ഹജ്ജ് ക്വാട്ട കുറച്ച വിഷയത്തിൽ ചർച്ച നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി 10,000 പേർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതിയുള്ളത് എന്നും ഇത് ഉയർത്താൻ ശ്രമിക്കുമെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച സൗദിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ തൊഴിലാളികളുള്ള ഒരു ഫാക്ടറി സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെത്തുന്നത്. ഇന്ത്യക്ക് സൗദി അറേബ്യ ഇത്തവണ അനുവദിച്ചിരിക്കുന്ന ഹജ്ജ് ക്വാട്ട ഏകദേശം 1,75,000 ആണ്. ഇതിൽ സർക്കാർ ക്വാട്ട വഴി പോകുന്നത് 1,22,000 പേരാണ്. ഇവരുടെ യാത്രയ്ക്ക് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് 52,000 പേരെ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും സൗദിയിലെ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാകാത്തതിനാൽ ഇതെല്ലാം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സൗദിയുമായുള്ള നിരന്തര ചർച്ചയ്ക്ക് ശേഷം ഇതിൽ 10,000 പേർക്ക് അനുമതി നൽകുമെന്നാണ് അറിയുന്നത്. 10,000 പേരെ കൂടി അനുവദിക്കണമെന്ന് ചർച്ചയിൽ ഊന്നിപ്പറയുമെന്നാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഹജ്ജ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി വിഷയമാണ് എന്നും അതിനാൽ ഇക്കാര്യങ്ങളിലെ ചർച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പ്രധാനമാണ് എന്നും അതുണ്ടാകുമെന്നുമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അറിയിക്കുന്നത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി 10,000 പേരെ അനുവദിക്കണമെന്നും സൗദി നിലവിൽ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഹജ്ജ് ക്വാട്ട കുറഞ്ഞതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. ഈ വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നടപടി. സൗദി കിരീടാവകാശിയുമായി ഈ വരുന്ന 22-ന് പ്രത്യേക ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇതിനോടൊപ്പം തന്നെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾ അടക്കമായിരിക്കും ഈ സന്ദർശന വേളയിൽ നടക്കുക എന്നാണ് വിവരം. അതേസമയം ഹജ്ജ് കാലത്ത് വിദേശികളടക്കം വൻ ആളുകളാണ് സൗദിയിലുടനീളം എത്താറുള്ളത്. വൻ തിരക്കാണ് ഇത് മുഖാന്തരം അനുഭവപ്പെടാറുള്ളത്. ഈ തിരക്ക് കുറച്ച് അപകട മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾക്ക് വിസ താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. സൗദി അറേബ്യ 14 രാജ്യങ്ങൾക്കാണ് ഇത്തരത്തിൽ വിസയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ബിസിനസ് വിസകളും ഫാമിലി വിസകളും ഉംറ വിസകൾ എന്നിവയ്ക്കൊക്കെയായിരുന്നു താൽക്കാലിക വിസ നിരോധനം. ഏപ്രിൽ 13 വരെ മാത്രമേ വിദേശികൾക്ക് ഉംറ വിസയിൽ വരാൻ കഴിയൂ എന്ന് സൗദി അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനുശേഷം ഉംറ വിസകൾ നൽകിയിട്ടില്ല. 2024 ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയിൽ നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അവരിൽ ഭൂരിഭാഗവും അനധികൃത തീർത്ഥാടകരായിരുന്നു. രജിസ്ട്രേഷൻ ഇല്ലാതെ ആളുകൾ ഹജ്ജിന് പോകുന്നു എന്നത് ഇത് മുഖാന്തരം മനസ്സിലായി. ഇത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് 14 രാജ്യങ്ങൾക്ക് താൽക്കാലിക വിസ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താനുള്ള ആവശ്യങ്ങൾ ഉയരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തടക്കം ലഭിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടുള്ള നടപടികൾ മാറ്റണം അല്ലെങ്കിൽ മാറ്റം വരുത്തുമോ എന്നുള്ള അപേക്ഷയാണ് ഉണ്ടാകുക. ഇക്കാര്യത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മോദി മുഹമ്മദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ച ഉണ്ടാകുക. ഇവിടെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള വിസ പരിധി 10,000 എങ്കിലും ആക്കി കൂട്ടുമോ എന്നുള്ള ചർച്ചയടക്കം ഉണ്ടാകും. അത് നടപടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്.